ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ എഗൈൻ ഒരു രേണുസുതി കണ്ടന്റ് ആണ്. അപ്പൊ ഇപ്രാവശ്യം ചെറിയ വള്ളിയൊന്നുമല്ല, രേണുസുതിയുടെ ഒറ്റ സുഹൃത്ത് ഷെഫിന ബേബിയും എത്തിയിരിക്കുന്നത്. രേണുസുതിയുടെ ഓരോ ദുബായ് പോക്കിലും സ്വർണ്ണക്കടത്ത് വരെ ഉണ്ട് എന്നാണ് ഷെഫിന ബേബി ഇപ്പൊ പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ യൂട്യൂബേഴ്സിനുള്ള പണി, രേണുസുതിയെ പറ്റി പറയുന്ന എല്ലാ ആൾക്കാരുടെ യൂട്യൂബിനും സ്ട്രൈക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്. അതും പൈസ മുടക്കി കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് അവരെ പറ്റി പറയുന്ന ആൾക്കാരുടെ വീഡിയോസ് മൊത്തം, രേണുസുതി കണ്ടന്റ് മൊത്തം എടുത്ത് കളയലാണ് ഇപ്പോ മെയിൻ കാര്യം. എങ്കിലും അത് യൂട്യൂബ് പോളിസി പ്രകാരം തന്നെയാണ് നമ്മൾ എല്ലാ വീഡിയോസും ചെയ്യുന്നത്. ഇനിയിപ്പോ അങ്ങനെ സ്ട്രൈക്ക് അവർ അയക്കുകയാണെങ്കിൽ തന്നെ നമുക്കത് ലീഗലി മൂവ്മെന്റ് ചെയ്യാനൊക്കെ അറിയാം. അപ്പൊ അത് ഓർത്തിട്ട് രേണുസുതി കണ്ടന്റ് കാണുന്ന ആൾക്കാർ പേടിക്കൊന്നും വേണ്ട, നമ്മൾ ഇനിയും വീഡിയോ ചെയ്യും. രേണുസുതി കണ്ടന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. പെൺകുട്ടികളുടെ കാലിൽ നോക്കി അറിയാമെന്ന് പറയുന്നത് ശരിയാണ്? തീർച്ചയായും പെൺകുട്ടികളുടെ എന്നല്ല, ഒരു മനുഷ്യന്റെ ഒരു പേഴ്സന്റെ വൃത്തി, അവരുടെ ഫുൾ ബോഡി മീറ്റ് നമ്മുടെ കാല് നോക്കി അറിയാമെന്നാണ്. എന്റെ കാല് അത്രയും നോക്കണ്ട, കാരണം ഇവിടെ ഈ മറ്റേ കാലാവസ്ഥയുടെ ഇത് കണ്ടോ ഒരുമാതിരി. എങ്ങനെയാണ് അവരൊക്കെ പറയാതിരിക്കുക? കണ്ടന്റ് കൊടുക്കുക, വേറെ ഒന്നുമല്ല. ഇമാതിരി ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇതൊന്നാണെങ്കിൽ പോട്ടെ, ഇനിയുണ്ട് ഇതേപോലത്തെ ഓരോന്ന്. എന്നിട്ട് അതൊക്കെ വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം കുഴപ്പം. പുതിയ ചെരുപ്പല്ലേ? ഇത് ഇമ്പോർട്ടഡ് ആണോ? ഇത് എവിടെ നിന്നാന്ന് എനിക്കറിയില്ല, ഇവരെ തന്നെ പുറത്തുനിന്ന് കൊണ്ടുവന്നാണ്. അതിന്റെ വില 35,000 രൂപയാണ്. 35,000 രൂപയുടെ ചെരുപ്പ് രേണുസുതി ഇടുമ്പോ മിനിമം അത്രയൊക്കെ ഇടണ്ടേ? മീഷോയില് 350 രൂപയ്ക്ക് കിട്ടും കേട്ടോ. പക്ഷെ ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. കാണിക്കുക, പൈസ ഉണ്ടാക്കുക, കാണിക്കുക, പൈസ ഉണ്ടാക്കുക. ഈ 2 വീഡിയോ കണ്ടിട്ട് മനസ്സിലാവാത്തവർക്ക് 3ാമത്തെ വീഡിയോയും കൂടി കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയൂ. കാണിക്കാൻ പെടുന്ന ഒരു പാടേ. ഇത് ക്യാമറ ആംഗിൾ അവർക്ക് അറിയില്ല, അവരിങ്ങനെയൊക്കെ എടുക്കുമെന്ന് രേണുസുതിക്ക് അറിയില്ല എന്നുള്ളതൊക്കെ കമന്റ് ചെയ്തിട്ട് കുറെ എണ്ണം വരും. അവർ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുറച്ച് മാസങ്ങളായർക്കണം. ഇവരെങ്ങനത്തെ രീതിയിൽ വീഡിയോ എടുക്കുമെന്നോ ഒക്കെ നന്നായിട്ട് അറിയാം. ഇത് ഞാൻ പറഞ്ഞ വാക്കുകളല്ല. ഇൻസ്റ്റഗ്രാമിൽ ആ വീഡിയോന് തന്നെ വന്ന ഒരു കമന്റ് ആണ്, ഒരു താത്തട്ട കമന്റ്. കാണിക്കാൻ പെടുന്ന ഒരു പാടേ. അപ്പൊ ഇന്നത്തെ കാലത്ത് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ആരൊക്കെയെന്നുള്ളതൊക്കെ നമുക്കറിയാം. 18 താഴെ വരെയുള്ള ആൾക്കാർ ഇൻസ്റ്റഗ്രാമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. എത്രയൊക്കെ ഫോൺ അവിടെ വെക്കടാന്ന് പറഞ്ഞാലും കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ഫോൺ എടുത്തിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ എന്തൊക്കെ വഴികളുണ്ട് അത് ആദ്യം ആലോചിക്കുക. ഇതൊന്നും പോരാനിട്ട് അവർക്ക് ദുബായിൽ ഷോ ഉണ്ട്, പരിപാടി ഉണ്ട്. പക്ഷെ ഇതൊക്കെ കിട്ടണമെങ്കിൽ ഇങ്ങനെ കാണിക്കണല്ലോ അല്ലെ. അടുത്തത് അമ്മയുടെ പാവാട ഷോ ഉണ്ട് സുഹൃത്തുക്കളെ. ഒന്ന് കട്ട് ചെയ്യട്ടോ. സ്വർണം കടത്താനാണ് ആരോപണം. എന്നാ പിന്നെ ഈ ഇവിടെ എയർപോർട്ടിനകത്തിരിക്കുന്നവരൊക്കെ എല്ലാം ബുദ്ധിയുള്ളവരല്ലേ? അവര് വെറുതെ എന്നെ കടത്തിവിടുവോ? ഈ പെട്ടിയും പ്രമാണവും എല്ലാം സ്കാൻ ചെയ്തിട്ടില്ലേ കയറ്റിവിടുന്നത്? പിന്നെ ഈ സ്വർണ്ണക്കടത്തിന്റെ കേസടാ. എന്തൊക്കെ അവര് ചെയ്യെങ്കിലും ഇങ്ങനത്തെ റിസ്ക് എടുത്തിട്ടുള്ള പരിപാടി ചെയ്യുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെ കാണിക്കാൻ പറഞ്ഞാലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവര് ഈ ഗോൾഡ് അവിടുന്ന് എക്സ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളത്? അതിനൊക്കെ കുറച്ച് ധൈര്യവും ചങ്കുറപ്പും കാര്യങ്ങളൊക്കെ വേണം. സത്യാവസ്ഥ നമുക്കറിയില്ല, പക്ഷെ എന്റെ കാഴ്ചപ്പാടില് എനിക്ക് മനസ്സിലാക്കിയിടത്തോളം ആ ലെവലിലുള്ള വർക്കൊന്നും ചെയ്യാനുള്ള മാനസിക ശേഷിയോ ബുദ്ധിയോ ഒന്നും അതിനില്ലടേ. പിന്നെ എന്തിനാ നമ്മൾ അതിനെ കുറ്റപ്പെടുത്തുന്നത്? എനിക്ക് തോന്നുന്നില്ല അവരങ്ങനെ ചെയ്യുന്നുള്ളത്. ഷെഫീന ബീവിയുടെ കിട്ടിയോ അവളുടെ അമ്മയ്ക്ക്? എന്താന്ന് ചോദിച്ചാൽ അവക്ക് ദേഷ്യം. അവളെ ഞാൻ നേരിട്ട് പോലും കണ്ടിട്ടില്ല. അവക്ക് കാല് നേരെ നടക്കാൻ പോലും ഇല്ലാത്ത ഒരുത്തിയാന്ന് എനിക്ക് മനസ്സിലായോ? കാല് 3ഓ 4ഓ ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അവൾക്ക് വിധവയൊന്നുമല്ല, അവള് വിധവയാന്ന് പറഞ്ഞത്. ഇപ്പം 3ഓ 4ഓ മാറി മാറി ഭർത്താക്കന്മാരൊക്കെ ഉള്ളവളാണ്. എനിക്കറിയത്തില്ല അവൾക്ക് എന്താ സോക്കേടെന്ന് എനിക്കറിയത്തില്ല. അവളെ തണ്ടയായിരിക്കും മറ്റേ ഇത് കൊണ്ടുവരുന്നത്, ഡ്രഗ് മാഫിയ. എന്തായാലും അവരുടെ യൂണിവേഴ്സിലെ പ്രശ്നങ്ങളാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നില്ല സംഭവം പിന്നെ ഗോൾഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുള്ളതൊന്നും. അതിനൊക്കെ കുറച്ച് ധൈര്യം വേണടേ. പിടിച്ചാലും അകത്ത് കടക്കാതിരിക്കാൻ പൈസ വാരി എറിയാനും അതിനും വേണം കുറച്ച് ഫണ്ടും കാര്യങ്ങളൊക്കെ. എന്തൊക്കെ പറഞ്ഞാലും രേണുസുതിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വായെന്ന് വരുന്ന ഇതേപോലത്തുള്ള കാര്യങ്ങള് മീഡിയാസ് ചോദിക്കുമ്പോ അതിന് അനുസരിച്ചുള്ള മറുപടി പറച്ചില് നിങ്ങൾക്ക് പറയാലോ. എനിക്ക് പറയാൻ താല്പര്യമില്ല എന്നുള്ളത് അതൊന്നും പറയുന്നില്ല. അവര് പറയുന്ന ആ ഫ്ലോനനുസരിച്ചിട്ടുള്ള മറുപടി കൊടുക്കുക. രേണു ക്ലാസ് വെച്ച മാസാണോ? മാസാണോന്ന് ചോദിച്ചാൽ ലാലേട്ടൻ ക്ലാസ് വെച്ച മാസമാണ്. അത് മാസാണ്.
രേണു ക്ലാസ് വെച്ച മാസമാണ് പീസുമാണ്. പിന്നെ ഇങ്ങനെ ആൾക്കാർ പറയാതിരിക്കുക. ഇത് ഇങ്ങനെയൊക്കെ ഓരോ വാക്കുകൾ പറയുമ്പോഴും അതിന് നല്ല രീതിക്ക് തന്നെ സപ്പോർട്ട് ചെയ്ത് വിടുന്നുണ്ട് അവര്. ഓ എന്തോ വലിയ കാര്യം എന്നാണ് വിചാരം. ഓ ഞാൻ മാസ, ഞാൻ പീസ. ഓ രേണുസുതി വളർന്നു. പക്ഷെ എല്ലാം സുതിച്ചേട്ടന് വേണ്ടിയാണ്. അത് നമ്മൾ ആദ്യം ആലോചിക്കണം കേട്ടോ. പിന്നെ അബ്സല്യൂട്ട് സ്മിർനോഫും. ഓക്കെ, ഏതോ നമ്മുടെ അവിടെ റെസ്റ്റോ ബാറിന്റെ ഇനോഗ്രേഷൻ ആണല്ലോ പോയത്. അവിടെ സാധനം കിട്ടില്ലേ രേണുള്ളത്? കിട്ടും, റൂമിൽ കിട്ടും. റൂമിൽ ഞാൻ പറയാം. കുപ്പി എന്താ മേടിച്ചേ? സ്മിർനോഫ് 5 തവണ. പിന്നെ അബ്സല്യൂട്ട് സ്മിർനോഫും. ഓക്കെ, ഏതോ നമ്മുടെ അവിടെ ഹാപ്പി ആണെങ്കിലേ ഞാൻ കഴിക്കത്തുള്ളൂ. എന്റെ മനസ്സ് ഹാപ്പി ആയിരിക്കണം. ഹാപ്പി ആണെങ്കിലേ ഞാൻ കഴിക്കുള്ളൂ. ഇങ്ങനത്തെ രീതിയിലുള്ള കോണ്ടന്റ് ഒക്കെ നമ്മുടെ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിൽ വിളമ്പുമ്പോൾ അത് എത്രത്തോളം മറ്റുള്ളവരെ എഫക്ട് ചെയ്യുന്നുള്ള കാര്യം ആലോചിക്കണം. ഇത് പറയുമ്പോഴാണ് ആൾക്കാർക്ക് ഇതൊക്കെ അടിക്കാനുള്ള ഒരു ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ വരിക. എന്ന് കരുതി എന്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരുത്തൻ ഇത് കണ്ടിട്ട് പോയി അടിക്കാൻ നിന്നു ഞാൻ അറിഞ്ഞ ബാക്കി അപ്പോ നിങ്ങളെ എൻകറേജ് ചെയ്യല്ല ചെയ്യണം. ഇതൊന്നും ചെയ്യരുത് എന്നാ പറയുന്നത്. ഒരു വട്ടം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ ബുദ്ധിമുട്ടാ. അത് എന്താണെങ്കിലും രേണുസുതിയോട് നിങ്ങൾ അടിക്കുകയാണെങ്കിൽ അടിച്ചോ. അത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ വിളമ്പി കൊട്ടി ഘോഷിച്ചിട്ട് പറയേണ്ട ആവശ്യം വല്ലതുണ്ടോ? നിങ്ങളുടെ വായെന്നൊക്കെ എന്തെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. അത് ആദ്യം ആലോചിക്കുക. അപ്പൊ നോക്കി കണ്ടൊക്കെ വർത്താനം പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ഗുണം. അല്ലെങ്കിൽ ഇതേപോലെ ട്രോളിനുള്ള വകയായിട്ടും പോവും. അല്ല അതന്നെയാണല്ലോ രേണുസുതിക്കും വേണ്ടത്. അങ്ങനെ ഒരു മൂഡൊന്നും ഇല്ല. എല്ലാ ദിവസവും വെള്ളം അടിക്കണം അങ്ങനത്തെ ഒരാളല്ല ഞാൻ. എല്ലപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ, എല്ലാ ദിവസവും മൈൻഡ് ഓക്കെ അല്ലെന്നല്ല, മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ, സാധാരണ എല്ലാവരും മൈൻഡ് ഓക്കെ അല്ലെങ്കിലാണ് കഴിക്കാറ്. ഞാൻ മൈൻഡ് ഹാപ്പി ആണെങ്കിൽ മാത്രമേ കഴിക്കത്തുള്ളൂ. മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ ഞാൻ ഒരു തുള്ളി മദ്യം കഴിക്കത്തില്ല. സ്മിർനോഫ് 5 തവണ. സ്മിർനോഫാണ് ഇഷ്ടം. മൈൻഡ് ഓക്കെ ആണെങ്കിൽ മാത്രമേ രേണുസുതി മദ്യം കഴിക്കുള്ളൂ. കാരണങ്ങൾ കിട്ടാൻ വേണ്ടി വെള്ളടിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഇതൊക്കെ ഒരു പ്രചോദനമായി മാറും. അത്ര തന്നെ പറയാനുള്ളൂ. സങ്കടത്തിന് കുപ്പി, കല്യാണത്തിന് കുപ്പി, മരിച്ച ചടങ്ങിന് കുപ്പി, എല്ലാത്തിനും കുപ്പി. ഇനി രേണുവിന്റെ വക ഹാപ്പി ആയിരിക്കുമ്പോഴും കുപ്പി. ഇങ്ങനെയുള്ള ആൾക്കാർ ഓരോന്ന് വിളിച്ച് വിളമ്പും. അത് അവരുടെ റീച്ചിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. പിന്നെ രേണു ഒന്ന് ആലോചിക്കേണ്ടത്, നമ്മുടെയൊക്കെ യൂട്യൂബ് ചാനലിനൊക്കെ സ്ട്രൈക്ക് തരികയാണെങ്കിലും ലക്ഷങ്ങൾ മുടക്കി ചെയ്യുകയാണെങ്കിലും നമ്മൾ കുറച്ച് ആൾക്കാർ ഇതൊക്കെ നിർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ റീച്ചും താഴോട്ട് പോകുന്നത് ആലോചിക്കുക. നിങ്ങളുടെ വളർച്ചയ്ക്ക് സോഷ്യൽ മീഡിയ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യങ്ങളും ആലോചിക്കുക. കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. രേണുസുതി അപരാധങ്ങൾ തീരുന്നില്ല സുഹൃത്തുക്കളെ, തുടർന്നുകൊണ്ടിരിക്കും. അപ്പൊ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. നമുക്ക് തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.